ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ പുതിയതായിക്കൊണ്ട് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അതിൽ സംസാരിച്ചിട്ടുണ്ട്. വിരമിക്കലിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. അതായത് അടുത്ത ഡിസംബർ മാസത്തോടു കൂടി താൻ വിരമിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചനയായിരുന്നു നെയ്മർ ജൂനിയർ നൽകിയിരുന്നത്. അടുത്ത വർഷം എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഡിസംബർ മാസത്തോടു കൂടി വിരമിച്ചേക്കാം എന്നായിരുന്നു നെയ്മർ പറഞ്ഞിരുന്നത്. അത് ആരാധകർക്കിടയിൽ ഒരൽപ്പം ആശങ്ക നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും നെയ്മർ ജൂനിയർ തൻ്റെ ഫിറ്റ്നസിനെ കുറിച്ചും ഈ സീസണിലെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് 100% താൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ല, കളിക്കാൻ പേടിയില്ല എന്നൊക്കെയാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. ഈ വർഷത്തെ തൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച് അത് വേൾഡ് കപ്പ് ആണെന്നും നെയ്മർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സാന്റോസിനെ സംബന്ധിച്ചിടത്തോളവും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളവും ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വർഷം വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അതാണ് എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. 100% റെഡിയായിക്കൊണ്ട് വേണം ഈ സീസൺ എനിക്ക് കളിക്കാൻ. അതുകൊണ്ടാണ് തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾ എനിക്ക് നഷ്ടമായത്. പഴയ താളത്തിലേക്ക് തിരിച്ചെത്താൻ എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ്. പക്ഷേ എനിക്കിപ്പോൾ വേദനയൊന്നുമില്ല, പേടിയുമില്ല. കളിക്കാൻ ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. താൻ റെഡിയാണ്, ഓക്കെയാണ്, എല്ലാത്തിനു വേണ്ടിയും ഫൈറ്റ് ചെയ്യാൻ താൻ റെഡിയായി കഴിഞ്ഞു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ സാന്റോസ് അടുത്ത മത്സരം കളിക്കുക നോവോ ഹൊറിസോണ്ടിനോ എന്ന ക്ലബിനെതിരെയാണ്. ആ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.